ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തിരിക്ക് ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇനി മുതൽ ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. എല്ലാവരും ഈ ഓണത്തിന് ഞാനെടുത്ത ഡിഷസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓലനാണ്. അപ്പോൾ മിക്ക സ്ഥലത്തും ഓലനൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഓണത്തിന്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഓലൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് വൻപയർ ഇവിടെ കുതിർക്കാൻ വെക്കാം. ഞാൻ ഒരു അര ഗ്ലാസ് വൻപയറാണ് എടുത്തിരിക്കുന്നത്. കൂടാണ്ട് ഒരു അര കുമ്പളങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മുറി നാളികേരം ചിരകിയത് അതിൻ്റെ ഒന്നാം പാല രണ്ടാം പാലായി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുതിർക്കാൻ വെച്ച വൻപയർ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുക്കറിലൊരു 2 വിസിലടുപ്പിക്കാം. ശേഷം നമുക്ക് നമ്മുടെ കുമ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കറിലൊരു 2 വിസിലൂടെ അടുപ്പിക്കാം. ഇനി നമുക്കിത് ഒരു കലത്തിലേക്ക് മാറ്റാം. ശേഷം ഞാനിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. രണ്ടാം പാലൊന്ന് വറ്റി വരണം. ഇപ്പോൾ നമ്മുടെ രണ്ടാം പാലൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം തിളച്ച് പോകാൻ നോക്കണം. ശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓണസദ്യ സ്പെഷ്യൽ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.